ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സത്യഭാമ വഴിയിലൂടെ നടന്നു വരുന്ന സമയത്ത് കുറെ ദൂരം പോയി കഴിയുമ്പോൾ സത്യഭാമയ്ക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നുന്നു. കുറെ ദൂരം ആയല്ലോ, ഇതുവരെയായിട്ട് ഒരു വണ്ടിയും കാണുന്നില്ലല്ലോ. ബി പിയുടെ ഗുളികയാണ് എടുത്തതുമില്ല. എന്തായാലും നടന്നെത്തിപ്പെടാൻ കഴിയുമോ എന്ന് നോക്കാം എന്നാലോചിച്ച് പതുക്കെ സത്യഭാമ അങ്ങനെ മുന്നോട്ട് നടന്നു പോയിക്കൊണ്ടിരുന്നു. ഈ സമയത്ത് ശാലിനിയോടൊപ്പം ചന്ദ്രബോസും ആ സമൂഹ വിവാഹം നടക്കുന്ന സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് വിഷ്ണു മാലയും താലിയുമായിട്ട് നേരെ ആ സമൂഹ വിവാഹം നടക്കുന്ന സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരുന്നത്. അതിനിടയിൽ ചന്ദ്രബോസിന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. കോൾ അറ്റൻഡ് ചെയ്തതും ആ അതെ അതെ, ആ, ആ, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ചന്ദ്രബോസ് മറുപടി നൽകി. ശരി എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് ഫോൺ വെച്ചതിന് ശേഷം ഉടനെ ശാലിനി ചോദിച്ചു, എന്താ എന്താ ACP, എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചതും ചന്ദ്രബോസ് പറഞ്ഞു, അതെ വേറൊന്നുമില്ല മാഡം, നമ്മുടെ ഇന്നത്തെ ഈ ഫംഗ്ഷനെ അത് എങ്ങനെയോ ലീക്ക് ഔട്ട് ആയിട്ടുണ്ട്. ഇപ്പോ എന്നെ വിളിച്ചത് ഒരു ഓൺലൈൻ ചാനലുകാരാണ്. ഓൺലൈൻ ന്യൂസ് ചാനലുകാര് ഈ വാർത്ത എങ്ങനെയോ അറിഞ്ഞു. അപ്പോൾ മേഡം പങ്കെടുക്കുന്നതായതുകൊണ്ട് അവർക്ക് ഒരു കവറേജ് കിട്ടുമെന്ന് അറിയാൻ വിളിച്ചതാണെന്ന് പറഞ്ഞതും ഉടനെ ശാലിനി പറഞ്ഞു, അതൊട്ട് ശരിയാവില്ല. അത് അങ്ങനെ ഇത്തരം ഫംഗ്ഷനിലൊക്കെ ഒരു കാരണവശാലും ഇതുപോലെ പബ്ലിസിറ്റി കൊടുക്കാൻ പാടില്ലായിരുന്നു. കാരണം ഇത് സംഘാടകർക്ക് അറിയില്ലായിരുന്നോ? ഓരോ പെൺകുട്ടിയും വിവാഹത്തിനായി വന്നെത്തുന്നത് അവിടെ വരുന്നവരുടെ എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കുന്നത് അഭിമാനത്തോടു കൂടിയായിരിക്കണം. അല്ലാതെ മറ്റുള്ളവർ തങ്ങൾക്ക് ചെയ്തു തരുന്ന വലിയൊരു ഔദാര്യം എന്ന കണക്കിൽ ഒരിക്കലും ആ പെൺകുട്ടികളുടെ മനസ്സ് തകർന്നു പോകാൻ പാടുണ്ടായിരുന്നില്ല. ഇത് വേണ്ടിയിരുന്നില്ല, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് ശാലിനി അനുപല്ലവിയോടും ACPയോടും ഒക്കെ സംസാരിച്ചു. ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു, അവരെ എങ്ങനെയാ അറിഞ്ഞു സാർ, അറിഞ്ഞു മാഡം എന്ന് ചോദിച്ചു. അല്ല, അവരെന്താ ചോദിച്ചത് എന്ന് പറഞ്ഞതും സത്യഭാമയുടെ ജ്വല്ലറി ആണല്ലോ അവിടേക്ക് താലിയും മാലയും കൊടുക്കുന്നത് എന്നതായിരുന്നു അവരുടെ ചോദ്യം എന്ന്. അത് കേട്ടതും ശാലിനി ആകെ ഞെട്ടി. സത്യഭാമയുടെ ജ്വല്ലറി എന്ന് കേട്ടതോടെ ശാലിനി ഞെട്ടലോടെ അനുപല്ലവിയെ നോക്കി. ആരുടെ ജ്വല്ലറിയെ സ്പോൺസർ ചെയ്യുന്നതെന്ന് ചോദിച്ചേ? അതെ, ആ സത്യഭാമയുണ്ടല്ലോ, അവര് ഈ ട്രസ്റ്റിലെ അംഗമാണ്. അതുകൊണ്ട് തന്നെ ട്രസ്റ്റിൽ ഒരാളായതുകൊണ്ട് അവരാണ് ഇതിന് വേണ്ട സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നത് എന്നറിയിച്ചു. അത് കേട്ട ശാലിനി ആകെ ഞെട്ടലോടെ അനുപല്ലവിയെ നോക്കി. അനുപല്ലവിയോട് ശാലിനി ചോദിച്ചു, അല്ല അനുപല്ലവി, ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, സത്യാമ്മയുടെ ജ്വല്ലറിയാ ഇത് ചെയ്യുന്നത്, ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും അന്വേഷിച്ചിരുന്നില്ലേ എന്ന് അനുപല്ലവിയോട് ചോദിച്ചതും അനുപല്ലവി പറഞ്ഞു, അത് പിന്നെ മേഡം ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ശാലിനി പറഞ്ഞു, പ്രത്യേകിച്ച് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചിട്ട് വേണം എൻ്റെ ഓരോ ദിവസത്തെയും പ്രോഗ്രാം ചാർട്ട് എടുക്കാനെന്ന് പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചതും അനുപല്ലവി പറഞ്ഞു, മേഡം ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞില്ല, പിന്നെ ഇത്രയും പെൺകുട്ടികളുടെ വിവാഹ ചടങ്ങ് ആയതുകൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ശാലിനി പറഞ്ഞു, ഇനിയിപ്പോ എന്താ ചെയ്യുക, ഈ പ്രോഗ്രാം വേണ്ടെന്ന് വെച്ചാലോ? ഉടനെ അനുപല്ലവി ചോദിച്ചു, അയ്യോ മേഡം ഇനിയിപ്പോ എങ്ങനെ ശരിയാകും, അത്രയും കുട്ടികൾ കളക്ടർ താലി എടുത്ത് കൊടുക്കുന്നതിന്റെ ആ പ്രതീക്ഷയിൽ വിവാഹത്തിനായി കാത്തു നിൽക്കുമ്പോൾ അവരോട് ഇങ്ങനെയൊരു ചതി ചെയ്യുന്നത് ശരിയാവോ മാഡം എന്ന് ശാലിനിയോട് അനുപല്ലവി ചോദിച്ചു. ശാലിനി ആകെ ടെൻഷനങ്ങ് നിൽക്കുമ്പോൾ ഉടനെ ചന്ദ്രബോസ് ചോദിച്ചു, എന്താ മാഡം എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചതും എന്താ ACP സാർ അങ്ങനെ ചോദിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രബോസ് പറഞ്ഞു, അല്ല നിങ്ങൾ പരസ്പരം എന്തോ രഹസ്യം പറയുന്ന പോലെ തോന്നി എന്ന് പറഞ്ഞപ്പോൾ ശാലിനി പറഞ്ഞു, അതെ ACP സാർ, മൈൻഡ് യുവർ ഓൺ ബിസിനസ്, എനിക്ക് പല കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാകും എന്ന് ശാലിനി ചന്ദ്രബോസിനോട് പറഞ്ഞതും സോറി മാഡം എന്ന് പറഞ്ഞു. ഉടനെ ശാലിനിയോട് അനുപല്ലവി ചോദിച്ചു, മാഡം എന്ന് വിളിച്ചതും ഒരു മിനിറ്റ് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് ശാലിനി അങ്ങനെ ആലോചിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയും പെട്ടെന്ന് മനസ്സിൽ ദേവിയോട് പ്രാർത്ഥിച്ചു, ദേവി എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് എന്നെ ഒന്ന് ഒഴിവാക്കി തരണേ, ചുറ്റുവിളക്ക് നേർന്നേക്കാം തരാം, ഞാൻ ഒരു ചുറ്റുവിളക്ക് നടത്തിയേക്കാം എന്ന് ശാലിനി ഇങ്ങനെ പറയുമ്പോൾ സത്യഭാമ കുറെ ദൂരം നടന്നു വന്നതിന്റെ ആഘാതത്തിൽ, കൂടുതൽ ദൂരം നടന്നതിന്റെ ആ ഒരു ടെൻഷനിലും പെട്ടെന്ന് BP കൂടുകയും അവസാനം സത്യഭാമ ആ നടു റോഡിൽ തലചുറ്റി ആ വഴിയിലേക്ക് വീഴുന്നു. ആ സമയത്ത് അതിലെ ആരും തന്നെ വരാത്തതിനാൽ സത്യഭാമ ആ വഴിയിൽ അങ്ങനെ കിടക്കുന്ന സമയത്ത് വിഷ്ണു ഇതൊന്നും അറിയാതെ ആ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടേയിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ സത്യഭാമ വീണ് കിടക്കുന്ന സ്ഥലത്തേക്ക് ആ പരിസരത്തുള്ള കുറെ പെൺകുട്ടികളും കുറെ ആൺകുട്ടികളും അവിടെ എത്തി. അവരെല്ലാവരും ആ വീണ് കിടക്കുന്ന സത്യഭാമയെ നോക്കി ആകെ ഞെട്ടലോടെ നോക്കി നിന്നു. ഉടനെ അതിലൊരാൾ ചോദിച്ചു, അല്ല ഇത് ആരായിരിക്കും എന്ന് ചോദിച്ചതും ഒരാൾ പറഞ്ഞു, അറിയത്തില്ല, ഇവിടെ കുറെ നേരമായാലോ കിടക്കുന്നത്, ആരെങ്കിലും ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോ എന്ന് മറ്റൊരാൾ പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു, അയ്യോ എനിക്കാണെങ്കിൽ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യേണ്ടതാ, ഹോസ്പിറ്റൽ കേസായിട്ട് പോയ പ്രശ്നമാവും,
അതുമല്ല ഇനിയിപ്പോ ജീവനുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ലല്ലോ. ഇനി എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മരണപ്പെട്ടതാണെങ്കിൽ നമ്മൾ തൊട്ടാൽ കൊലപാതക കുറ്റം കൂടിയാകും എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് അതുവഴി ശാലിനിയുടെ കാറ് പാസ് ചെയ്ത് വരുമ്പോൾ ശാലിനി അവിടെ ഒരു ആൾക്കൂട്ടം കണ്ടതോടെ ഉടനെ ശാലിനി ചോദിച്ചു, അല്ല എന്താ അവിടെ ഒരു ആൾക്കൂട്ടം? ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു, വഴിയിൽ ആരെങ്കിലും വീണെടുക്കാൻ മറ്റായിരിക്കും. നമ്മളെന്താ വേണ്ടാത്ത വയ്യവേലിയൊക്കെ പിടിക്കുന്നത്? അതെ, വണ്ടി നിർത്തുവൊന്നും വേണ്ട, വേഗം ഹോൺ അടിച്ച് അങ്ങ് വിട്ടുപോയിക്കോ, അത് മതി എന്ന് ചന്ദ്രബോസ് രാമേട്ടനോട് അറിയിച്ചു. അപ്പോഴേക്കും അവിടെ സത്യഭാമ വീണ് കിടക്കുന്ന കണ്ട് എല്ലാവരും സത്യഭാമയെ തന്നെ അങ്ങനെ ഉറ്റുനോക്കുമ്പോ കാർ അതിലെ മുന്നോട്ട് പാസ് ചെയ്ത് കഴിഞ്ഞതും വേഗം ശാലിനി പറഞ്ഞു, വണ്ടി നിർത്ത്. അപ്പോഴേക്കും ചന്ദ്രബോസ് ചോദിച്ചു, മേഡം എന്തിനാ വെറുതെ വേണ്ടാത്ത പ്രശ്നത്തിലേക്ക് പോകുന്നത്? മേഡം നമുക്ക് മീറ്റിംഗ് ഉള്ളല്ലേ, സമയം പോകും, നമുക്ക് പോകാം എന്ന് പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു, യുവർ ഓൺ അതെ, മനസാക്ഷിയൊന്നും ഇല്ലേന്ന് ഞാൻ ചോദിക്കുന്നില്ല, പിന്നെ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് ശാലിനി വേഗം അനുപല്ലവിയോട് പറഞ്ഞു, അനുപല്ലവി ഇറങ്ങിക്കേ, നമുക്കൊന്ന് നോക്കാം. അങ്ങനെ ശാലിനിയും അനുപല്ലവിയും കൂടി കാറിൽ നിന്ന് ഇറങ്ങി അവിടെ എന്താ സംഭവം എന്നറിയാനായി അവർ ഇരുവരും കൂടി ആ ആൾക്കൂട്ടമുള്ള സ്ഥലത്തേക്ക് പോന്നു. ഈ സമയത്ത് അവിടെ എല്ലാവരും ശാലിനി പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ട് അവിടെ എല്ലാവരും ചുറ്റും നിൽക്കുന്നവർ ശാലിനിയെ കണ്ടതും ദേ കളക്ടർ മേഡം എന്ന് അവർ പറഞ്ഞു. ഉടനെ ശാലിനി വഴിയിൽ കിടക്കുന്ന ആളെ നോക്കിയതും സത്യാമ്മ എന്ന് ശാലിനി ഞെട്ടലോടെ പറയുന്നു. ഉടനെ തന്നെ ശാലിനി വേഗം സത്യാമ്മയുടെ അരികിലേക്ക് ഓടുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അല്പനേരത്തേക്ക് പകച്ചു നിന്നതിന് ശേഷം അവിടെ നിന്ന് ആ ചെറുപ്പക്കാരെല്ലാവരും ശാലിനിയെ നോക്കുമ്പോഴേക്കും ശാലിനി വേഗം തന്നെ അവിടേക്ക് ഓടിയെത്തി. ശാലിനിയും അനുപല്ലവിയും കൂടി അവിടേക്ക് എത്തിയതും സത്യാമ്മയെ എന്ന് വിളിച്ചുകൊണ്ട് ശാലിനി വേഗം അരികിലേക്ക് ഓടിച്ചെന്ന് സത്യാമ്മയെ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നു. സത്യാമ്മയെന്ന് ശാലിനി കുറെ തവണ വിളിച്ചു. പക്ഷേ ബോധം കെട്ട് കിടക്കുന്ന സത്യഭാമ വിളി കേൾക്കാൻ കൂട്ടാക്കാതെ അങ്ങനെ തന്നെ കിടക്കുന്നത് കണ്ട് വീണ്ടും ശാലിനി സത്യാമ്മയെന്ന് അരികിൽ ചെന്ന് വിളിച്ചുകൊണ്ടേയിരുന്നു. ഈ സമയത്ത് അത് നോക്കിയിരുന്ന ചന്ദ്രബോസ് വലിയ സന്തോഷത്തിലായി. തട്ടിപ്പോയെന്ന് തോന്നുന്നു എന്ന ആശ്വാസത്തിൽ ചന്ദ്രബോസ് അരികിലേക്ക് ചെന്നു. ഉടനെ തന്നെ ചന്ദ്രബോസ് വന്നതും ശാലിനി ചോദിച്ചു, അല്ല എന്താ പറ്റിയത്? നിങ്ങളാരും നിങ്ങൾക്ക് ആർക്കും അറിയില്ലേ എന്ന് ചോദിച്ചപ്പോ അറിയത്തില്ല, കുറച്ചു നേരമായിട്ട് ഇവിടെ കിടക്കുകയാണ് എന്ന് അവിടെ നിന്ന് ഒരാൾ അറിയിച്ചു. ഇത് കേട്ട ഉടനെ ശാലിനി വേഗം സത്യഭാമയെ വിളിച്ചുണർത്താൻ ശ്രമിച്ചു. അതെ, കയ്യില് ഒന്ന് പിടിച്ചു നോക്കിക്കേ, ഇപ്പോ പൾസ് ഉണ്ടോന്ന് അറിയാമല്ലോ എന്ന് പറഞ്ഞു വേഗം ശാലിനി കയ്യിൽ പിടിച്ചു നോക്കി. കുഴപ്പമില്ലെന്ന് മനസ്സിലായതോടെ ശാലിനി വീണ്ടും സത്യഭാമയെ വിളിച്ചുകൊണ്ടിരുന്നു. മാം എന്ന് അനുപല്ലവി വിളിച്ചിട്ടും ഉടനെ തന്നെ സത്യഭാമയെ ഈ അവസ്ഥയെ കണ്ടതിന്റെ ടെൻഷൻ ശാലിനി അനുപല്ലവിയോട് പറഞ്ഞു, എത്രയും വേഗം സത്യഭാമയെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. അപ്പോഴേക്കും ചന്ദ്രബോസ് ചോദിച്ചു, മേഡം എന്തിനാ മേഡം നമ്മൾ ചെയ്യുന്നത്? ഇവിടെ ആരെങ്കിലും ഉത്തരവാദിത്തമുള്ള നാട്ടുകാരെങ്കിലും ഏർപ്പാട് ചെയ്താൽ പോരെ എന്ന് ചോദിച്ചതും ഉടനെ ശാലിനി പറഞ്ഞു, ഉത്തരവാദിത്തമുള്ള ഒരു പോലീസ് ഓഫീസറും ഉത്തരവാദിത്തമുള്ള ഒരു നാട്ടുകാരും ഒരാളെ നടു റോഡിൽ വീണ് കിടക്കുമ്പോൾ അവരെ ഒന്ന് നോക്കാൻ പോലും കൂട്ടാക്കാത്ത ആളുകൾ എന്ന് പറഞ്ഞതും ഉടനെ സത്യഭാമയെ അവർ 3 പേരും ചേർന്ന് അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് കാറിൽ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ഈ സമയത്ത് വിഷ്ണു ഇതൊന്നും അറിയാതെ ആ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടേയിരുന്നു. സത്യഭാമയെ കാറിൽ കിടത്തിയതിനു ശേഷം ശാലിനി സത്യാമ്മയെ എന്ന് വിളിച്ചുകൊണ്ടിരുന്നു. അതിനോടൊപ്പം തന്നെ രാമേട്ടനോട് എത്രയും വേഗം ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണമെന്നും വേഗം പോകണമെന്നും രാമേട്ടനോട് അറിയിച്ചു. പോകാമെന്ന് രാമേട്ടൻ വാക്കും നൽകുന്നു. ഈ സമയത്ത് സത്യാമ്മയെന്ന് ശാലിനി തന്റെ അരികിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് സത്യഭാമയെ വിളിച്ചുണർത്താൻ ശ്രമിക്കുമ്പോൾ ചന്ദ്രബോസ് വിചാരിച്ചു, സത്യാമ്മ പോയാ മതിയായിരുന്നു എന്നെല്ലാം ചന്ദ്രബോസ് മനസ്സിലങ്ങനെ പറഞ്ഞു. വീണ്ടും ശാലിനി സത്യാമ്മയെന്ന് വിളിച്ച് രക്ഷപ്പെടുത്താൻ നോക്കുമ്പോൾ ചന്ദ്രബോസ് ഒരു സത്യാമ്മ എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് ഒട്ടും ഇഷ്ടമില്ലാത്തതുപോലെ അവിടെ മുഖം തിരിച്ചിരുന്നു. ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു, മേഡം കുഴപ്പമൊന്നും കാണില്ലായിരിക്കും, ഒരു മൈനർ അറ്റാക്ക് ആയിരിക്കും, വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ ചന്ദ്രബോസ് അറിയിച്ചു. കണ്ടില്ലേ, മൂക്കിലൂടെയൊക്കെ ബ്ലഡ് വന്നത്, അറ്റാക്ക് സംഭവിച്ചിട്ടുണ്ട്, അതല്ലേ ഇറങ്ങാതെ കിടക്കുന്നത് എന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു, രാമേട്ട ഒന്ന് വേഗം എന്ന് പറഞ്ഞതും രാമേട്ടൻ കഴിവതും സ്പീഡിൽ തന്നെ കാറ് മുന്നോട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നു. ശാലിനി സത്യാമ്മയെന്ന് വിളിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ചന്ദ്രബോസ് ഇതെല്ലാം കണ്ടിട്ട് പറഞ്ഞു, കാറ്റ് പോയിട്ടുണ്ടാകും എന്ന് പറഞ്ഞിട്ട് ശാലിനി വേഗം സത്യാമ്മയെ ഒന്നുകൂടെ പിടിച്ചു നോക്കി. ഈ സമയത്തിനിടയിൽ ശാലിനി ഉടനെ തന്നെ ശ്യാമയുടെ ഫോണിലേക്ക് വിളിച്ചു. ശ്യാമ കൈത്തയ്യൽ തയ്ച്ചുകൊണ്ട് തുണിയിൽ അങ്ങനെ തയ്ച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശാലിനിയുടെ ഫോൺ വാങ്ങിച്ച് ശാലിനി ശ്യാമയുടെ ഫോണിലേക്ക് വിളിച്ചു. കോള് വന്നത് കണ്ട് ഹലോ കുഞ്ഞേച്ചി എന്ന് വിളിച്ചതും ശാലിനി പറഞ്ഞു, ശ്യാമേ, സത്യാമ്മ വഴിയിൽ ബോധമറ്റ് കിടക്കുകയായിരുന്നു, ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്, നീ എത്രയും ഹോസ്പിറ്റലിലേക്ക് എത്തണമെന്ന് ശാലിനി ശ്യാമയോട് അറിയിച്ചു. ശരി കുഞ്ഞേച്ചി എന്ന് പറഞ്ഞ് ശ്യാമ ഫോൺ വെച്ചു. ഉടനെ തന്നെ ശാലിനി വീണ്ടും സത്യഭാമയെ വിളിച്ചുണർത്താനായി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഇതിനിടയ്ക്ക് ചന്ദ്രബോസ് സത്യഭാമയെ ഒട്ടും താല്പര്യമില്ലാതെ നോക്കുന്നു. അപ്പോഴേക്കും ശ്യാമ വേഗം
തന്നെ താൻ തയ്ച്ചുകൊണ്ടിരുന്ന തുണി അവിടെ വെച്ചിട്ട് രോഹിത് എന്ന് വിളിച്ച് അകത്തേക്ക് കയറി പോന്നു. ശാലിനി വീണ്ടും സത്യഭാമയുടെ മൂക്കിലൂടെ ബ്ലഡ് വരുന്നത് കണ്ട് അത് പതുക്കെ തുടച്ച് മാറ്റാനായി ശ്രമിച്ചു. സത്യാമ്മേ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും അവിടുന്ന് ചന്ദ്രബോസ് പറഞ്ഞു, അതെ കാറ്റ് പോയിട്ടുണ്ടാകും. കാറ്റുണ്ടോ മാഡം എന്ന് ചന്ദ്രബോസ് ശാലിനിയോട് ചോദിക്കുമ്പം ശാലിനി ദേഷ്യത്തോടെ നോക്കി, അല്ല മാഡം, മൂക്കിലൂടെ ശ്വാസം വരുന്നുണ്ടോ എന്ന് ഒന്ന് നോക്കിക്കേ മാഡം, ഇല്ലെങ്കിൽ അത് കുഴപ്പമാ എന്ന് ചന്ദ്രബോസ് അറിയിച്ചതും ശാലിനി കലിയോടെ ചന്ദ്രബോസിനെ നോക്കി. അതോടെ ചന്ദ്രബോസിന് കാര്യം മനസ്സിലായി. താൻ പറഞ്ഞത് ശാലിനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലായതിന്റെ തിരിച്ചറിവിൽ ചന്ദ്രബോസ് മുഖം തിരിച്ച് പിന്നെയൊന്നും സംസാരിക്കണ്ടെന്നുള്ള രീതിയിൽ ചന്ദ്രബോസ് അങ്ങനെ ഇരുന്നു. വീണ്ടും എത്രയും വേഗം ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനായി ശാലിനി സത്യാമ്മയെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രാമേട്ടനോട് കൂടുതൽ വേഗതയിൽ കാർ കൊണ്ടുപോകാനായി ഡ്രൈവ് ചെയ്യാനായി പറയുന്നു. അവസാനം ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചതും സത്യഭാമയുമായ സ്ട്രെച്ചറിൽ അവർ വേഗം ICUലേക്ക് കൊണ്ടുപോയി. ഡോക്ടർ സത്യഭാമയെ പരിശോധിച്ചു കൊണ്ടിരുന്നു. ഈ സമയത്ത് ശാലിനി ആകെ ടെൻഷൻ അടിച്ചങ്ങനെ ഇരിക്കുമ്പോൾ ചന്ദ്രബോസ് പറഞ്ഞു, മേഡം ടെൻഷൻ മേഡം, ഇനി ഇതിനോടകം കാറ്റ് തീർന്നിട്ടുണ്ടാവും മേഡം. മേഡം ശ്രദ്ധിച്ചില്ലേ? ഇത്രയും നേരമായിട്ടും ഇത്ര നേരം വിളിച്ചിട്ടും യാതൊരു അനക്കവും ഉണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെ ശാലിനിയോട് ചന്ദ്രബോസ് അറിയിച്ചു. ഇത് കേട്ട ഉടനെ അരികിൽ അനുപല്ലവി പറഞ്ഞു, സാറിന് അല്പം മനസാക്ഷിയില്ലേ? സാർ ഒന്നുകൂടി ഒന്ന് മര്യാദയോടെ സംസാരിച്ചൂടെ? സത്യാമ്മയ്ക്ക് ഇങ്ങനെ വന്നതിന്റെ പേരിൽ മേഡത്തിന് വല്ലാത്ത ടെൻഷനുണ്ട്. ഇങ്ങനെയൊക്കെ പറയുന്നത് വളരെ മോശമാണ് സാർ എന്ന് പറഞ്ഞ് ചന്ദ്രബോസിനോട് അനുപല്ലവി ദേഷ്യപ്പെടുമ്പോൾ ചന്ദ്രബോസ് പറഞ്ഞു, നിർത്തടി, നീ ആരടി എന്നെ നേരെ ഷൗട്ട് ചെയ്യാനേ? നീ കളക്ടറൊന്നുമല്ലല്ലോ, കളക്ടറുടെ PA അല്ലേ? അതെ, ഈ ചന്ദ്രബോസ് ഉണ്ടല്ലോ ആനയെ പേടിക്കും, ആന പിണ്ടത്തെ പേടിക്കില്ല കേട്ടറി എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് ദേഷ്യപ്പെട്ടു. പിന്നെ അകത്ത് കിടക്കുന്ന ആളുടെ കാര്യത്തിലെ തീരുമാനം എന്താണെന്ന് എനിക്കറിയാം. ആളുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്, അത് ഉറപ്പാം എന്ന് ചന്ദ്രബോസ് അറിയിച്ചു. കാരണം നീ കണ്ടില്ലേ, അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ മൂക്കിലൂടെ ബ്ലഡ് വരുന്ന കണ്ടായിരുന്നോ? എന്താ അതിനർത്ഥം? ഹാർട്ട് അറ്റാക്ക് വന്ന് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് അതിന്റെ മീനിങ്. മനസ്സിലായോ എന്ന് അനുപല്ലവിയോട് ചന്ദ്രബോസ് പറഞ്ഞു. എന്തായാലും ഇനി എന്താന്നുള്ള കാര്യത്തില് അകത്ത് ആരൊക്കെ പരിശോധിച്ചാലും ആരൊക്കെ എന്തൊക്കെ ശ്രമിച്ചാലും ശരി, അക്കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് എന്ന് ചന്ദ്രബോസ് ശാലിനിയെ കൂടി നോക്കിയിട്ട് പറയുന്നു. അതിനുശേഷം ചന്ദ്രബോസ് അങ്ങനെയെല്ലാം പറഞ്ഞത് കേട്ട് ശാലിനി ആകെ ടെൻഷനോടെ പ്രാർത്ഥിച്ചു, എന്റെ ദൈവമേ, എന്റെ സത്യാമ്മയ്ക്ക് ഒരു ആപത്തും വരുത്തരുതേ, ഒരു ആപത്തും സത്യാമ്മയ്ക്ക് വരുത്തരുതേ എന്ന് മനമൊരുകി ശാലിനി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സത്യഭാമ ഈ സമയത്ത് അവിടെ ഡോക്ടർ വേണ്ട ട്രീറ്റ്മെന്റ് എല്ലാം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ ബോധം കെട്ടുകിടക്കുന്ന സത്യഭാമയുടെ ജീവന് വേണ്ടി ഡോക്ടർ തന്നാലാകും വിധത്തിൽ ശ്രമങ്ങൾ നടത്തുന്നു. ഈ സമയത്താണ് ചന്ദ്രബോസിന്റെ ഓരോ കുത്തുവാക്കുകൾ അതിനിടയ്ക്ക് വന്നുകൊണ്ടിരുന്നത്. ശാലിനി ആകെ ടെൻഷൻ അങ്ങനെ ഇരിക്കുമ്പോൾ വിവരം അറിഞ്ഞുകൊണ്ട് അവിടേക്ക് മറ്റ് കോൺസ്റ്റബിളും ശാലിനിയുടെ ഗുപ്തനുമായിട്ടുള്ള ആള് അവിടേക്ക് എത്തി. അവർ രണ്ടുപേരും അവിടേക്ക് വന്നതോടെ ചന്ദ്രബോസ് അവിടെ ഇരിക്കുന്നത് കണ്ടു. അവർ വേഗം വന്ന് ചന്ദ്രബോസിന് അരികിലെത്തി ആ കോൺസ്റ്റബിൾ സല്യൂട്ട് അടിച്ചിട്ടും ചന്ദ്രബോസ് ചോദിച്ചു, എടോ താൻ എന്താണ് ഇവിടെ എല്ലാം കുലുക്കി മറിക്കുന്നത്? പതുക്കെ വന്നൂടെടോ എന്ന് ചോദിച്ചു. വീണ്ടും അവർ സല്യൂട്ട് ചെയ്യുന്നത് കണ്ട് ചന്ദ്രബോസ് പറഞ്ഞു, ഇതാ വീണ്ടും, എടോ ഇവിടെ അവസ്ഥ എന്താണെന്നറിയോ? ഒരാള് അവിടെ ജീവന് വേണ്ടി പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെ, ആ സമയത്ത് അതെ സമാധാനത്തോടെ ഒന്ന് മരിക്കാനായുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ താൻ ഇവിടെ കിടന്നുകൊണ്ട് ഇവിടെയെല്ലാം ചവിട്ടി മരിക്കുന്നത്. അതെ, കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങയെ കുറിച്ച് തനിക്കറിയോ? അങ്ങനെ വല്ലതും കേട്ടിട്ടുണ്ടോ? അതുപോലെയാണ് അകത്ത് കിടക്കുന്ന ഒരാളുടെ അവസ്ഥ. അതെ, ആ അവസ്ഥയില് താൻ ഇങ്ങനെ കിടന്നുകൊണ്ട് ഇവിടെ കിടന്ന് ഇതുപോലെയെല്ലാം കാണിച്ചു കൂട്ടുന്നത് എന്തിനാടോ എന്നൊക്കെ ചോദിച്ച് ചന്ദ്രബോസ് അവരെ രണ്ടുപേരെയും ദേഷ്യപ്പെടുന്നു. അതെ, ഇവിടെ ഇപ്പം നിങ്ങളുടെ ആവശ്യമൊന്നുമില്ല. രാജാവും ഒരു നിയമപാലകനും വന്നിരിക്കുന്നു. അതെ, രാജാവും നിയമപാലകനും ഒക്കെ അങ്ങ് പൊക്കോ, ഞങ്ങള് ആവശ്യമുള്ളപ്പോ ഞാൻ വിളിപ്പിക്കാം കേട്ടോ എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് ദേഷ്യപ്പെടുമ്പോ ഉടനെ അവിടെ നിന്ന് ശാലിനി മിസ്റ്റർ ACP എന്ന് വിളിച്ചു. ഉടനെ ചന്ദ്രബോസ് യെസ് മാഡം എന്ന് പറഞ്ഞപ്പോൾ ശാലിനി പറഞ്ഞു, അതെ, വാക്കുകൾക്കിടയിലെ മുള്ളും മുനയും വെച്ചുള്ള നിങ്ങളുടെ സംസാരം എന്താ എനിക്ക് മനസ്സിലാവില്ലെന്ന് കരുതിയോ? ഞാന് അതൊന്നും തിരിച്ചറിയുന്നില്ലെന്നാണ് കരുതിയത്. ആ അകത്ത് കിടക്കുന്നതേ എന്റെ അമ്മയാണ്. ആ അമ്മയുടെ ജീവനെ കുറിച്ച് ആ മനുഷ്യന്റെ ജീവന് വിലയില്ലാതെ മറ്റു പലതിനോട് ഉപമിക്കുകയും മറ്റു പലതുമായി നിങ്ങൾ സംസാരിക്കുകയും ചെയ്ത് ഞാൻ കേട്ടു നിൽക്കുന്നത് കുറെ നേരമായി. ഇനി അതുപോലൊരു സംസാരം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു വാക്കെങ്ങാനും വന്നു കണ്ടാൽ സത്യമായിട്ട് ഞാൻ നിങ്ങളുടെ കവളടിച്ച് പൊട്ടിക്കും. നിങ്ങൾ എന്റെ വിവരം അറിയും. കാരണം അത് ഒരു കളക്ടർ എന്ന നിലയിലല്ല, മറിച്ച് അകത്ത് കിടക്കുന്ന ആ അമ്മയുടെ മകളായിട്ട്. മനസ്സിലായോ എന്ന് ശാലിനി ചന്ദ്രബോസിനോട് പറഞ്ഞു. ഇനി നിങ്ങൾ ഇതുപോലത്തുള്ള വൃത്തികെട്ട വാക്ക് പറഞ്ഞ നിങ്ങളുടെ കർണത്തിന്റെ കൈ പതിക്കുമെന്ന് ശാലിനി ചന്ദ്രബോസിനെ താക്കീത് ചെയ്തോടെ അവിടെ നിന്ന് ആളുകളുടെ മുന്നിൽ വെച്ചുള്ള ശാലിനിയുടെ
ആ ഷൗട്ടിങ് കേട്ട് ചന്ദ്രബോസ് ആകെ ഇൻസൾട്ട് ആയതുപോലെ മറ്റുള്ളവരെ എല്ലാവരെയും നോക്കുന്നു. ശാലിനി തന്നെ ശരിക്കും അപമാനിച്ചതിന്റെ കലിപ്പിൽ ചന്ദ്രബോസ് അപ്പുറത്തേക്ക് മാറി നിന്നു. ശാലിനി ആകെ വിഷമത്തോടെ വീണ്ടും ആ സീറ്റിലേക്ക് ചെന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ ചന്ദ്രബോസ് തന്നെ കലിയോടെ നോക്കുന്നത് കണ്ട് ശാലിനി ദേഷ്യത്തോടെ നോക്കി. ചന്ദ്രബോസ് പറഞ്ഞു, ഇതിനൊക്കെ ഉള്ളത് നിനക്ക് ഞാൻ തരും. ആ ജീവൻ, ആ സത്യഭാമ ഇതോടെ അങ്ങ് തീരാൻ പോവാ എന്നെല്ലാം ചന്ദ്രബോസ് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ സത്യാമ്മയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്തെന്നറിയാനായി ആശങ്കയോടെ എല്ലാവരും കാത്തു നിൽക്കുമ്പോൾ ഡോക്ടർ പരിശോധന തുടർന്നുകൊണ്ടിരുന്നു. അപ്പോഴേക്കും അവിടേക്ക് ശ്യാമ ഓടിയെത്തി. കുഞ്ഞേച്ചി എന്ന് വിളിച്ചുകൊണ്ട് ശ്യാമ ശാലിനിക്ക് അരികിലേക്ക് ഓടിയെത്തുന്നു. ശാലിനിയുടെ അരികിലേക്ക് വന്ന ഉടനെ തന്നെ ശ്യാമയോട് ശാലിനി പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, എന്താ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് അറിയില്ല, ഡോക്ടറെ പരിശോധിച്ചുകൊണ്ടിരിക്കണോ എന്ന് പറഞ്ഞു. ശ്യാമ വേഗം വന്ന്, കുഞ്ഞേച്ചി എന്തെങ്കിലും സീരിയസ് ആണോ, സത്യാമ്മയ്ക്ക് എങ്ങനെയുണ്ട് എന്ന് ശ്യാമ ചോദിച്ചപ്പം ഉടനെ ശാലിനി പറഞ്ഞു, ഒന്നും പറയാറായിട്ടില്ല എന്ന് പറഞ്ഞപ്പം, എന്താ കുഞ്ഞേച്ചി എന്താ പറ്റിയത് എന്ന് ചോദിച്ചപ്പോൾ ഉടനെ അവിടെ നിന്ന് ചന്ദ്രബോസ് പറഞ്ഞു, ഏയ് പേടിക്കാനൊന്നുമില്ല കുട്ടി, അതെ, നന്നായി പ്രാർത്ഥിക്ക്, അത് മതി, കുട്ടി നന്നായിട്ട് പ്രാർത്ഥിക്ക് എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് വളരെ സ്നേഹത്തോടെ ശ്യാമയോട് പറയുന്നത് കേട്ട് ശ്യാമയ്ക്കാകെ സംശയമായി. ഇയാളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഇയാളുടെ സ്വഭാവം ഇങ്ങനെയല്ലല്ലോ എന്ന് ശ്യാമ സംശയപ്പെടാൻ നിൽക്കുമ്പോൾ ശാലിനി ശ്യാമയോട് പറഞ്ഞു, സത്യാമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല, കുറെ നാളുകൾക്ക് ശേഷം ഇത്രയും നാൾ അകന്നു നിന്നിട്ട് അവസാനം സത്യാമ്മയെ കണ്ടപ്പോ എന്ന് പറഞ്ഞ് ശാലിനി ആകെ വിഷമത്തിലങ്ങ് നിൽക്കുമ്പോൾ ശാലിനിയുടെ കയ്യിൽ ശ്യാമ കടന്നു പിടിച്ച്, കുഞ്ഞേച്ചി ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് ശ്യാമയും ആശ്വസിപ്പിച്ചു. അപ്പോഴേക്കും ചന്ദ്രബോസ് ഇരുവരുടെയും നോട്ടവും സംസാരവും വിഷമവും കണ്ടുകൊണ്ട് ചന്ദ്രബോസ് മനസ്സിൽ പറഞ്ഞു, ഓ, ഒരു സത്യഭാമ വന്നിരിക്കുന്നു. അങ്ങനെ ആലോചിച്ചുകൊണ്ട് ചന്ദ്രബോസ് കലിയോടെ അവിടെ നിൽക്കുമ്പോൾ ശാലിനി ആകെ തകർന്ന മനസ്സുമായിട്ട് ആ ചെയറിലേക്ക് ചെന്നിരിക്കുന്ന കണ്ട് ചന്ദ്രബോസ്, ഇതിനുള്ളതെല്ലാം നിനക്ക് ഞാൻ തരുന്നുണ്ട് എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അങ്ങനെ നിന്ന ആ സമയത്ത് വിഷ്ണു കൃത്യമായി ആ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് വന്നെത്തുന്നു.